ഹലോ, മൂന്നാം ദിവസത്തെ ഹെയർ കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് പേരയുടെ തളിരില ഒരു 5 ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ടോണർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വറ്റി ഒരു ഗ്ലാസ് എന്നുള്ളത് ഒരു 1/4 ഗ്ലാസോളം ആവണം. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇത് വറ്റിയിട്ടുണ്ട്, 1/4 ഗ്ലാസോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യമായിട്ട് മുടിയൊക്കെ നന്നായിട്ട് ചീവി മുടിയിലുള്ള ജടകളൊക്കെ മാറ്റുക. അതിന് ശേഷമാണ് നമ്മൾ ഹെയർ പാക്ക് ആണെങ്കിലും ഹെയർ ടോണർ ആണെങ്കിലും എല്ലാം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതിനായിട്ട് ഓരോരോ വകച്ചിലുകളായിട്ട് എടുക്കുക. ആദ്യം ഒരു വകച്ചിലെടുക്കുക. എന്നിട്ട് നമ്മളിത് ആ സ്പ്രേ ബോട്ടിലാക്കിയേക്കണ പേരയുടെ ഹെയർ ടോണർ അത് നമ്മൾ എടുത്ത ആ വകച്ചിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയൊട്ടിയിലാണ് ഇന്നത്തെ ഇതും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യുക. അങ്ങനെ തലയൊട്ടി മൊത്തം ഓരോരോ അടുത്ത വകച്ചിലെടുക്കുക. അവിടെയും ഹെയർ ടോണർ അപ്ലൈ ചെയ്യുക. വീണ്ടും മസാജ് ചെയ്യുക. ഈ പ്രോസസ്സ് നമ്മുടെ തലയോട്ടിയിൽ മൊത്തത്തിൽ ഈ ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കഴിയുന്നത് വരെ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. പേരയിലയും നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് പേരയില സെലക്ട് ചെയ്യാനായിട്ട് കാരണം. അപ്പം ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷമാണ് നമ്മൾ തല കഴുകി കളയേണ്ടത്. അങ്ങനെ ഇത് മൊത്തം എല്ലായിടത്തും അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 20 മിനിറ്റിന് ശേഷം നമുക്ക് തല കുളിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ ടിപ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് തല കഴുകുന്നത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.